ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ ഉദകക്രിയ ചെയ്തു എന്ന പ്രയോഗം കേട്ടിട്ടില്ലേ? ഏതാണ്ട് അതുപോലൊരു അവസ്ഥയാണ് വെള്ളാപ്പള്ളി നടേശൻ സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന് നൽകിയ പിന്തുണ. സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് പിണറായി വിജയനെയും പ്രശംസിച്ച് നാക്ക് വായിലേക്കിടും മുൻപ് തന്നെ സംഘപരിവാറിനെയും പിന്തുണച്ചിരിക്കുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പന്തളത്ത് സംഘപരിവാർ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തെ വാഴ്ത്തിയ വെള്ളാപ്പള്ളി നടേശൻ RSSനെയും ഹിന്ദു ഐക്യവേദിയെയും വാനോളം പ്രശംസിക്കുകയും ചെയ്തു. സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിൽ മുൻനിരയിൽ തന്നെ പങ്കെടുക്കുകയും സംഗമം സംഘടിപ്പിച്ച സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വേണ്ടുവോളം പ്രശംസ കൊണ്ട് മൂടുകയും ചെയ്ത് അധികം കഴിയുന്നതിന് മുൻപേയാണ് പിണറായി വിജയന് പണി കൊടുത്ത് വെള്ളാപ്പള്ളി നടേശൻ RSSനെയും പ്രശംസിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് ബദൽ എന്ന മുദ്രാവാക്യവുമായാണ് സംഘപരിവാറും ഹിന്ദു ഐക്യവേദിയും പന്തളത്ത് മറ്റൊരു അയ്യപ്പ ഭക്ത സംഗമം നടത്തിയത്. പന്തളത്ത് നടന്ന സംഗമം കൊള്ളാമെന്നും നല്ല രീതിയിൽ സംഘടിപ്പിച്ചുവെന്നുമാണ് വെള്ളാപ്പള്ളിയുടെ പ്രശംസ. തീർന്നില്ല, ഹിന്ദു ഐക്യവേദി കേരളത്തിൽ വേരില്ലാത്ത ഒരു സംഘടനയൊന്നുമല്ലെന്നും അധികം നാളത്തെ തയ്യാറെടുപ്പൊന്നും ഇല്ലാതെ സർക്കാർ സംവിധാനങ്ങളൊന്നും ഇല്ലാതെ ഇത്ര ഗംഭീരമായി ഹിന്ദു ഐക്യവേദി പരിപാടി നടത്തിയത് അവരുടെ ഗംഭീര സംഘാടന മികവാണത്രേ. RSSും BJPയും അടക്കമുള്ളവരുടെ പിന്തുണ കൂടിയായതോടെ പരിപാടിക്കുള്ള ആൾക്കൂട്ടം പന്തൽ നിറഞ്ഞ് കവിഞ്ഞുവെന്നാണ് വെള്ളാപ്പള്ളിയുടെ പുകഴ്ത്തൽ. കഴിഞ്ഞില്ല, ആഗോള അയ്യപ്പ സംഗമത്തെയും പിണറായി വിജയനെയും അദ്ദേഹത്തെ വേദിയിലിരുത്തി പ്രശംസിച്ച അതേ നാക്കുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വേദിയെ പുച്ഛിക്കുന്നുമുണ്ട്. ആ പന്തലും ഈ പന്തലും തമ്മിൽ ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നാണ് വെള്ളാപ്പള്ളി സ്വാമിയുടെ കണ്ടെത്തൽ. ഇത് ചെറുതും അത് വലുതുമാണ് എന്നും സർക്കാർ മിഷണറിയൊന്നുമില്ലാതെ ഹിന്ദു ഐക്യവേദിക്ക് ഇത്രയും ആളുകളെ അവിടെ എത്തിക്കാൻ സാധിച്ചുവെങ്കിൽ പരിപാടി വിജയിച്ചു എന്ന് തന്നെ പറയാമെന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. പന്തളത്തെ അയ്യപ്പ സംരക്ഷണ സംഗമം കഴിഞ്ഞതിന് പിന്നാലെ ജനം TVക്ക് വെള്ളാപ്പള്ളി നടേശൻ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ സംഗമത്തെ പുകഴ്ത്തി രംഗത്തെത്തിയത്. സർക്കാരിനെ അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ പുകഴ്ത്തി പിണറായി വിജയനെ വലിയ അയ്യപ്പ ഭക്തനാക്കിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പുകഴ്ത്തി പറഞ്ഞ നാക്ക് വായിലേക്കിടും മുൻപാണ് അതേ നാക്കുകൊണ്ട് വെള്ളാപ്പള്ളി RSSനെയും പ്രശംസിച്ചത്. ഇനിയിപ്പോ വെള്ളാപ്പള്ളിയുടെ ഈ വാക്കുകളോട് പിണറായി വിജയൻ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് അറിയേണ്ടത്. വെള്ളാപ്പള്ളി പറഞ്ഞത് കളവാണ് എന്ന് പറയുകയാണെങ്കിൽ സർക്കാരിനെ പ്രശംസിച്ചതും ആ ഗണത്തിൽപ്പെടുത്തി തള്ളിപ്പറയേണ്ടി വരും. ഇനി അതല്ല, പഴയതുപോലെ വെള്ളാപ്പള്ളിക്ക് RSS ചങ്ങാത്തമാണ് എന്നാണ് പറയാൻ വരുന്നത് എങ്കിൽ അത്തരത്തിലൊരു വർഗീയവാദിയായ വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1-ാം നമ്പർ സ്റ്റേറ്റ് കാറിൽ കയറ്റിക്കൊണ്ടുവന്ന് സംഗമവേദിയിലേക്ക് കൈപിടിച്ച് ആനയിച്ചത് എന്തിനാണ് എന്നും പിണറായി വിജയൻ മറുപടി നൽകേണ്ടി വരും. ചുരുക്കത്തിൽ ഊരാക്കുടുക്കിലാണ് പിണറായി വിജയനും CPMും അകപ്പെട്ടിരിക്കുന്നത്. പിണറായി വിജയനെ പൊക്കിപ്പറഞ്ഞ അതേ നാക്കുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ RSS ഹിന്ദു ഐക്യവേദി പ്രശംസ. എന്തൊക്കെയായിരുന്നു വെള്ളാപ്പള്ളിയുടെ പിണറായി പ്രശംസ എന്നറിയണ്ടേ? പിണറായി വിജയൻ വലിയ ഭക്തനാണ്, തന്റെ അടുത്ത സുഹൃത്താണ്, അദ്ദേഹത്തെ താനും തന്നെ അദ്ദേഹവും പൊക്കിക്കൊണ്ട് നടന്നിട്ടുണ്ട്. അടുത്ത തവണയും പിണറായി വിജയനെ മാത്രമേ മുഖ്യമന്ത്രിയാക്കിയിട്ട് കാര്യമുള്ളൂ. ഇടതുപക്ഷത്ത് മറ്റ് യോഗ്യന്മാരുണ്ടെങ്കിലും എല്ലാത്തിനെയും മെരുക്കിക്കൊണ്ട് നടക്കാൻ പിണറായിക്ക് മാത്രമേ സാധിക്കൂവെന്നും 3-ാമതും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നുമായിരുന്നു പ്രശംസ. ഇപ്പോൾ അതേ നാക്കുകൊണ്ട് RSS പരിപാടിയെയും പ്രശംസിച്ച വെള്ളാപ്പള്ളിയുടെ ആത്മാർത്ഥത പിണറായി വിജയനും CPMും ചോദ്യം ചെയ്യട്ടെ. 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് യുവതികളെ പ്രവേശിപ്പിക്കാൻ തിടുക്കം കാട്ടിയ അതേ പിണറായി വിജയനെ തന്നെയാണ് വെള്ളാപ്പള്ളി പ്രശംസിച്ചത്. ഇവിടെ പഴയ നിലപാട് മാറ്റിയോ എന്ന പ്രഖ്യാപനം നടത്താൻ കൂടി പിണറായി വിജയനോട് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടണം. അന്ന് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ പിണറായി വിജയനോട് ആവശ്യപ്പെടേണ്ടതും ഇന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശനും NSSും ഒക്കെയാണ്.